ഹലോ ഹായ് എല്ലാവരും എന്തൊക്കെ എടുക്കണേ ജോലികളൊക്കെ ഒരുവിധം ഒതുങ്ങിയിട്ടുണ്ടാവും അല്ലേ മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ വീഡിയോ കാണാതിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത് സൺഡേ അല്ലേ. സൺഡേ എന്ന് പറഞ്ഞാൽ ഇത്തിരി മടിയുള്ള ദിവസം തന്നെയല്ലേ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ചോറൊക്കെ വെച്ചു കേട്ടോ. ചോറ് പിന്നെ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് വെച്ചേക്കും. അതില്ലാണ്ട് വേണ്ടല്ലോ, ആർക്കെങ്കിലും ചോറ് വേണമെങ്കിൽ എന്തെങ്കിലും തട്ടിക്കൂട്ടുണ്ടാക്കി ഒരു മുട്ട പൊരിക്കുകയോ ചെയ്താൽ ചോറുണ്ണാലോ എന്ന് വിചാരിച്ചിട്ട് അത് എന്തായാലും ചെയ്ത് വയ്ക്കും. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പരിപാടികളൊക്കെ കഴിഞ്ഞു. കുറച്ച് നേരം എഡിറ്റ് ചെയ്തു. പിന്നെ കുറച്ച് നേരം ഒന്ന് കിടന്നു. ഉറങ്ങാമെന്ന് വിചാരിച്ച് കിടന്നതായിരുന്നു, നടന്നില്ല കേട്ടോ. എനിക്ക് എന്താവും ഉറക്കം വന്നില്ല. ഉറങ്ങാമെന്ന് വിചാരിച്ച് കിടക്കുമ്പോൾ ഒരു ഉറക്കവും വരില്ല. അങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ യൂട്യൂബിലൊരു കൂട്ടുകാരി വിളിച്ചിട്ടുണ്ട്. വിളിക്കല്ല, വോയിസ് ഇട്ടു. അപ്പോൾ ഞാൻ അങ്ങോട്ട് തിരിച്ച് വിളിച്ചു കേട്ടോ. അങ്ങനെ സംസാരിച്ചു. അപ്പോൾ ആ കുട്ടിയുടെ അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. സിമിയാണ് വിളിച്ചത്. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചോളാം. അപ്പോൾ അമ്മമാർക്ക് നല്ല അസുഖം ആർക്ക് വന്നാലും വിഷമമൊക്കെ തന്നെയാണ് അല്ലേ. മാറാനും കുറയാനും ഒക്കെ ഒന്ന് പ്രാർത്ഥിച്ചോളാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് എന്താ പറയുക, കുറേ ആലോചിച്ച് ഓരോന്നൊക്കെ ഉണ്ടാക്കണമെന്ന്. ലാസ്റ്റ് ഞാനെത്തി. കുറേ ദിവസമായി സാമ്പാർ വെച്ചിട്ട്. എനിക്കൊരു കൊത്തി സാമ്പാർ കൂട്ടാൻ, പക്ഷെ മുരിങ്ങക്കായ ഇല്ല കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങും തക്കാളിയും സവോളയൊക്കെ ഉള്ളു, വെണ്ടക്കായൊക്കെ ഉണ്ട്. അപ്പോൾ അധികം കഷ്ണങ്ങളില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഉരുളക്കിഴങ്ങ് സാമ്പാർ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഒരു തമിഴ് ചാനലാണെന്ന് കണ്ടു. സാധാരണ സാമ്പാർ തന്നെ, അതിൽ കഷ്ണം ഉരുളക്കിഴങ്ങ് തക്കാളി മാത്രമേ ഉള്ളൂ എന്നുള്ളൂ കേട്ടോ, വേറെ പ്രത്യേകതയൊന്നുമില്ല. അപ്പം എന്നാൽ പിന്നെ അതായിക്കോട്ടെ എന്ന് വിചാരിച്ചു. കോളിഫ്ലവർ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇതാ കോളിഫ്ലവർ വാങ്ങിച്ചു വന്നിട്ട് ഇവിടെ തന്നെ വെച്ചിരിക്കുക കേട്ടോ, ഒന്നും എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ എല്ലാതും എടുത്ത് വയ്ക്കണം. അപ്പം അങ്ങനെ. അപ്പം നമുക്കിനി അടുക്കളയിലേക്ക് പോയാലോ. അപ്പോൾ അതേ അങ്ങനെ അടുക്കളയിലെത്തിയിട്ട് സാമ്പാർ വയ്ക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ പൊറ്റോട്ട സാമ്പാർ എന്നുള്ളത് മാറ്റി ഞാൻ എൻ്റെ കയ്യിൽ അത്യാവശ്യം കഷ്ണങ്ങളുണ്ടായിരുന്നു, അതൊക്കെ എടുത്തിട്ട് അങ്ങനെ വയ്ക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ അത് ആ പരിപ്പ് എടുത്ത് ഒരു സവോള അരിക്കിട്ടു. സവോളയ്ക്ക് പകരം ചുവന്നുള്ളിയാണ് കേട്ടോ ഇടേണ്ടത്. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യും. ഒരു കഷ്ണം കായം കൂടി ഇട്ടു. എനിക്ക് ഇത്തിരി കായത്തിൻ്റെ മണക്കം മുന്നിട്ട് നിൽക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ്, സാമ്പാർ പൊടിയിൽ ഉണ്ടാവും കായൊക്കെ, എന്നാലും കൂടി ഇങ്ങനെ ഇടും. എന്നിട്ട് ഇതാ വെള്ളം ഒഴിച്ച് കണ്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ടിട്ട് അടുപ്പത്തേക്ക് വയ്ക്കുകയാണ്. പുറത്തേക്ക് അങ്ങനെ വെള്ളം പോകാണ്ടിരിക്കാനാണ് കേട്ടോ. ചെറിയ കുക്കറല്ലേ. ഇതിൽ ഇന്നാൾ പുട്ടങ്ങനെ ഉണ്ടാക്കിയപ്പോൾ വെള്ളമില്ലാണ്ട് ഇങ്ങനെ അടി പിടിച്ചു വിട്ടാൽ അത് എന്നെ ഉള്ളിൽ കറുത്തിരിക്കുക. കുറേശ്ശെ ശരിയായി വരുന്നുണ്ട്. അതങ്ങനെ അടുപ്പത്ത് വെച്ച് പിന്നെ ഞാൻ വിചാരിച്ചു കോളിഫ്ലവർ വറക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഒരു ബീറ്റ്റൂട്ട് പായസം കൂടി വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ സൺഡേയിൽ അങ്ങനെ ഒഴിവുണ്ടാകുമ്പോൾ പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം. അവർ തപ്പി തരഞ്ഞിങ്ങനെ വരും കേട്ടോ. അപ്പോൾ അത് കാരണം എന്തെങ്കിലും ഒരു കൂട്ടം ഉണ്ടാക്കി വെച്ചാൽ നമുക്കത് ഈസിയാണ്. പിന്നെ ഒരു കാര്യം അന്വേഷിക്കേണ്ട. അപ്പോൾ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ എല്ലാതും കൂടി അങ്ങോട്ട് റെഡിയാക്കും. അതാണ് എൻ്റെ ഒരു പരിപാടി കേട്ടോ. ഞായറാഴ്ച അങ്ങനെയാണ്. അല്ലെങ്കിൽ അങ്ങനെ തന്നെ രാവിലെ എല്ലാ ജോലികളും കഴിച്ചിട്ട്. അപ്പോൾ അതാ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ എടുക്കുകയാണ്. നല്ല ഭംഗിയുള്ള അന്തരീക്ഷമാണ് കേട്ടോ. പുറത്ത് അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ആദ്യത്തെ ചോറായോ നോക്കാൻ വന്നതാണ്. ചോറൊക്കെ ആയിട്ടുണ്ട്, കഴിക്കണമെങ്കിൽ കഴിച്ചോ എന്ന് പറഞ്ഞു ഞാൻ. തക്കാളി ചമ്മന്തി ഇരിപ്പുണ്ട്, അപ്പോൾ വേണമെങ്കിൽ വിശക്കുണ്ടെങ്കിൽ ചോറുണ്ടോയെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തിരി ഊണ് കഴിയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു, അതൊക്കെ അരിഞ്ഞും കണ്ടിട്ട് കുക്കറിലേക്ക് ഇട്ട് മുളക് പൊടിയും ഇന്ന് ചുവന്ന സാമ്പാർ വേണമെന്ന് പറഞ്ഞു നമ്മുടെ ശ്രീകുട്ട. അപ്പം ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇന്ന് ഇട്ടത് കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് പിന്നെ ഇത്തിരി പുളിവെള്ളം കൂടി പിഴിഞ്ഞ് വെച്ച് കണ്ടിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഒറ്റ വിസിൽ അപ്പം തന്നെ തുറക്കുക സാമ്പാറിൻ്റെ കഷ്ണങ്ങളാകുമ്പോൾ. ഇനി കോളിഫ്ലവറിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാനാണ് കേട്ടോ. അത് നമ്മൾ എന്തായാലും ചൂടുവെള്ളത്തിലിട്ട് വെക്കണ്ടേ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെത്തി അരിഞ്ഞ് കനം കുറച്ച് നീളത്തിൽ അരിയാണ് കേട്ടോ വേണ്ടത്. ഇതിപ്പോൾ ഗോപി മഞ്ചൂരി എന്ന് പറയുക എന്ത് പേര് വേണമെങ്കിലും കൂട്ടുകാരിട്ടോളൂ. ഞാൻ എന്തായാലും കോളിഫ്ലവർ ഫ്രൈ എന്ന് തന്നെയേ പറയുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നീളത്തിലൊക്കെ അരിഞ്ഞ് അതെടുത്ത് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കണ്ടിട്ട് മൂടി വയ്ക്കണം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്രൈ ആക്കുന്നതാണ് നല്ലതാവുക കേട്ടോ. അതൊരു 10 മിനിറ്റ് ഇരിക്കുന്ന നേരം കൊണ്ട് നമുക്കിവിടെ സാമ്പാർ റെഡിയാക്കാം. പരിപ്പൊക്കെ വെന്ത് കിടപ്പുണ്ട്. അത് ഈ കഷ്ണങ്ങളിലേക്ക് ഇട്ട് സാമ്പാർ പൊടിയും കൂടി ഇട്ടും. സാമ്പാർ പൊടിയിലൊക്കെ മായമാണെന്നാണ് പറയണത് വാർത്തയിലൊക്കെ. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ സാമ്പാർ പൊടി ഉണ്ടാക്കുന്നതാണ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നത്. മല്ലിയിലേക്ക് ഇട്ട് അങ്ങനെ ഇതേപോലെ വെട്ടി തിളയ്ക്കണം കേട്ടോ സാമ്പാർ. അപ്പോഴേക്കും നമുക്കിത് റെഡിയാക്കേണ്ട സമയമായി. എന്നിട്ട് അത് കാച്ചി ഒഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇത്തിരി കൂടുതൽ ആഡ് ചെയ്യാം കേട്ടോ. എല്ലാ സാധനങ്ങളും ഈ ഫ്രൈക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂണൊക്കെ ഇട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കുരുമുളകും കാന്താലി മുളകും പിന്നെ ഉള്ളിയും കൂടി അരച്ച ഇതാണ് കേട്ടോ ഞാൻ രണ്ടാമത് ചേർത്തത്. പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി രണ്ടാമത് ഇട്ടില്ല. ഉപ്പ് നാരങ്ങ പിഴിഞ്ഞ് വെച്ചു കേട്ടോ. 1-2 നാരങ്ങ പിഴിഞ്ഞ് വയ്ക്കാം. അല്ലെങ്കിൽ പിന്നെ ഇത്തിരി തൈരോ നാരങ്ങയാണ് നല്ലത്.
പിന്നെ ഇത്തിരി കോൺഫ്ലവറും കുറച്ച് മൈദയും ഒരു മുട്ടയും കൊണ്ട് പൊട്ടിച്ച് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തു കേട്ടോ. അപ്പോൾ ഒന്ന് കോട്ടാവണം കേട്ടോ, അതിനനുസരിച്ചാണ് നമ്മൾ മൈദയൊക്കെ ചേർക്കേണ്ടത്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ചെയ്യുക. അതിന് കൃത്യമായിട്ടുള്ള ഒരളവ് പറഞ്ഞു തന്നാൽ അങ്ങോട്ട് ശരിയാവില്ല. അപ്പോൾ ഇങ്ങനെ ഒരു അരമണിക്കൂർ വെച്ചിട്ട് ചെയ്യുന്നതാവും കുറച്ചും കൂടി നല്ലത് കേട്ടോ, ടേസ്റ്റ് ഉണ്ടാവാൻ നല്ലത്. സാമ്പാറിലേക്ക് ഇത് ഉലുവയും കടുകും കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ഒന്ന് പൊട്ടിച്ച് വറവിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ നേരം കൊണ്ട് ഞാൻ അവിടേക്കൊന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചു. ചീനച്ചട്ടി നമുക്ക് ചൂടാവുന്ന സമയം ഒരു 5 മിനിറ്റൊക്കെ, 5 മിനിറ്റ് ഒന്നും വേണ്ട അല്ലേ, കുറച്ച് സമയമൊന്നും വേണ്ടേ. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് കൗണ്ടർ ടോപ്പ് ഒന്ന് ഒതുക്കി വെച്ചു കേട്ടോ. എന്നിട്ട് ഇതേ വേഗം തന്നെ കോളിഫ്ലവർ അപ്പോഴേക്കും നല്ലോണം വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ അതൊന്ന് കോട്ടായതിന് ശേഷം വേണം എപ്പോഴും മറിച്ചിടാനും കയ്യിലുകൊണ്ട് ഇളക്കാനും കേട്ടോ, അല്ലെങ്കിൽ അത് രണ്ടായി കിടക്കും. മസാലയും കോളിഫ്ലവറും രണ്ടായിട്ട് കിടക്കും. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതാവണ നേരം കൊണ്ട് പാത്രങ്ങളും കൂടി കഴുകിയെടുത്തു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ അടുക്കളയിലത്തെ ജോലികളൊക്കെ കംപ്ലീറ്റ് തീർന്നില്ലേ. അല്ലെങ്കിൽ ഇതായി കഴിഞ്ഞ് പിന്നെ പാത്രം കഴുകി പിന്നെ അടിച്ചു വാരി എന്നൊക്കെ പറഞ്ഞ് കുറേ ടൈം പോകും. അപ്പോൾ ഇത് ചെയ്യണതിൻ്റെ ഇടയിൽ അടുക്കളയിൽ എന്തൊക്കെ ജോലിയുണ്ടോ അതൊക്കെ ഒന്ന് റെഡിയാക്കണം, നല്ലതാണ് കേട്ടോ. അങ്ങനെ അതേ കോളിഫ്ലവർ ഫ്രൈ ആയി. അപ്പോൾ ഒരു റൗണ്ട് വറുത്തപ്പോഴേക്കും ഞാൻ പിന്നെ പിള്ളേരൊക്കെ വിളിച്ച് കണ്ടിട്ട് കഴിച്ച് തുടങ്ങിക്കോന്ന് പറഞ്ഞു. അവരത് കാത്തിരിക്കുകയാണ് കേട്ടോ. ഒരു 1:30 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഫുഡ് കഴിച്ചപ്പോൾ. ഇനി അടുത്ത സ്റ്റെപ്പും കൂടി എടുത്തു. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പൊക്കെ എടുക്കുമ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ കുഴച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ മസാല വേറിട്ട് കിടക്കും. അങ്ങനെ അതേ ഫ്രൈ ആക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ വീഡിയോ പിടിക്കലും ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞു. ഇതേ അച്ഛനും മക്കളൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഒരാളുടെ അത് കഴിച്ച് കഴിഞ്ഞു, ആദ്യത്തെ കഴിഞ്ഞു കേട്ടോ. ശ്രീകുട്ടനും ചേട്ടനും കഴിക്കുന്നുണ്ട്. ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കഴിച്ചത്. ഫ്രൈ ഒക്കെ ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് വേണ്ട ചെയ്യാനായിട്ട്. അപ്പോൾ അത് ആ സാമ്പാറും കോളിഫ്ലവറും ഫ്രൈ ആണ്. മുട്ട വേണമെങ്കിൽ എടുത്തോന്ന് പറഞ്ഞാൽ ആർക്കും മുട്ട വലിയ ആവശ്യമൊന്നുമില്ല. തക്കാളി വാട്ടിയത് ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടി കൂട്ടി കഴിച്ചു. ഞാനങ്ങനെ എഡിറ്റ് ചെയ്യാനൊക്കെ ഇരുന്നപ്പം ചേട്ടൻ്റെ അവിടെ പറമ്പിൽ ഭയങ്കര പുല്ല് പറിക്കില്ല. പക്ഷെ അങ്ങനെ കുറച്ച് പറിച്ചുകൊണ്ടൊന്നും തീരണ പുല്ലല്ല കേട്ടോ അവിടെ ഉള്ളത്, നന്നായിട്ടുണ്ട്. നമ്മളൊരു 2 മണിക്കൂർ നിന്ന് പണിയെടുത്താലാണ് ആ ഒരു പണി കഴിയുക. എനിക്ക് വയ്യാത്ത കാരണം കൊണ്ട് ഞാൻ വല്ലാണ്ടുള്ളൂ കുസ്തി പിടിക്കാനൊന്നും നിന്നില്ല കേട്ടോ. അപ്പോൾ അതേ വാഴക്കുടപ്പൻ ഓടിക്കാറായിട്ടുണ്ട്. അപ്പോൾ അത് എത്തുമോ എന്നൊക്കെ ഒന്ന് നോക്കിയതാണ് കേട്ടോ ഞാൻ. അങ്ങനെ നോക്കിയിട്ട് എത്തിയൊന്നുമില്ല. അപ്പോൾ പിന്നെ ചേട്ടനോട് പറയാം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു. പിന്നെ അതേ ഇവിടെ തുളസി ആകെ കാടായി എന്ന് പറയില്ലേ, തുളസിയും ചെമ്പരത്തിയും മുസാണ്ട ഞാൻ വെട്ടിയില്ല കേട്ടോ. രാമതുളസി, കൃഷ്ണ തുളസി, അങ്ങനെ എല്ലാ തരം തുളസികളും ഉണ്ട്. അതൊക്കെ ഒന്ന് ഒടിച്ച് കളയും. ഞാൻ അത് വെട്ടിക്കളഞ്ഞില്ല, അങ്ങനെ വല്ലാണ്ട് നിൽക്കണതേ ഒന്ന് ഒടിച്ച് കളഞ്ഞു കേട്ടോ. ചെമ്പരത്തിൻ്റെ വെട്ടിക്കളയാണ്. ചെമ്പരത്തിയുടെ തൈയല്ല കൂടുതൽ ഇങ്ങനെ വലുതായി നിൽക്കുന്നത്. അപ്പുറന്ന് ഈ പടർന്ന് കയറണ എന്തോ ഒരു ചെടി ചെമ്പരത്തിമ്മയ്ക്ക് ഇങ്ങനെ പടരുകയാണ്. അത് ഇങ്ങോട്ട് സൈഡിലേക്ക് ചായണതാണ് കേട്ടോ ശരിക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ യൂട്യൂബിലെ കുറേ കൂട്ടുകാരികളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരാളെയും കൂടി തിരിച്ച് വിളിക്കാനുണ്ട് കേട്ടോ. അപ്പോഴേക്കും എനിക്ക് നേരം കിട്ടിയില്ല. അപ്പോൾ വീഡിയോ കാണുകയാണെങ്കിൽ വിചാരിച്ചോളൂ, ഞാൻ നാളെ എപ്പോഴെങ്കിലും തിരിച്ച് വിളിക്കും. സേവ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്പർ. അപ്പോൾ ഇന്ന് നമുക്ക് സേവ് ചെയ്യാത്ത നമ്പറുകൾ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാലോ. എന്തായാലും ഇന്ന് ഞാൻ നമ്പർ ഇട്ടുള്ള കാരണം നമ്മുടെ കൂട്ടുകാരികൾ തന്നെയായിരിക്കും എന്ന്. അങ്ങനെ പറ്റണവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ദിവസം ഒന്നായ അങ്ങനെ വിളിക്കണ്ട കേട്ടോ, ഒരു വോയിസ് ഇട്ട് വെച്ചാൽ മതി. ഒഴിവ് കിട്ടുമ്പോൾ ഞാൻ അങ്ങോട്ട് തിരിച്ച് വിളിക്കുക. ഓഫീസിലാകുമ്പോൾ നമുക്കത് പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. ഇന്ന് പിന്നെ സൺഡേ കാരണം കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം. ഒരാളങ്ങോട്ട് ഇത്തിരി പേടിച്ച് വിളിക്കുന്ന പോലെ തോന്നി. ബാക്കിയുള്ളവരൊക്കെ എന്താ പറയുക, നമ്മൾ അത്രയും കാലങ്ങളായിട്ട് പരിചയമുള്ള ആൾക്കാരെ പോലെയാണ് സംസാരിച്ചത്. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. എനിക്ക് ആരൊക്കെയോ ഉള്ള പോലെ കുറേ ബന്ധുക്കാരെയും സ്വന്തക്കാരെയൊക്കെ കിട്ടിയ പോലെയൊക്കെ ഫീൽ തോന്നി കേട്ടോ. ഭയങ്കര സന്തോഷം. അപ്പോൾ ഇനി വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ തിരിച്ച് വിളിക്കാം കേട്ടോ. അങ്ങനെ അതേ വെട്ടലൊക്കെ കഴിഞ്ഞു. ഉമ്മർത്ത കുറേ വെട്ടി ഒക്കെ കൊണ്ടുവരൽ കഴിഞ്ഞു. പിന്നെ നമ്മുടെ വീട് പണിതപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സ്ഥാനം നോക്കിയ ആൾ. നമ്മുടെ അപ്പുറത്ത് കുറച്ച് സ്ഥലമല്ലോ ഉള്ള വീടിൻ്റെ മറ്റേ സൈഡിൽ, അതേ സ്ഥലം തന്നെ ഇപ്പുറത്തും വിട്ടിട്ട് ഒരു അതിര് പോലെ തിരിച്ചിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനപ്പോൾ അതൊരു വലിയ വിലയൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്തെങ്കിലും ആവട്ടെ അങ്ങനെ വിചാരിച്ച് ഇതേവരെയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മളിവിടെ കുറേ കൂട്ടുകാരികളൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു കൂട്ടുകാരി ഇങ്ങനെ അവരുടെ വീട്ടിലിങ്ങനെ എന്തോ സ്ഥാനം ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ അന്ന് തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇതുവരെ ഞാൻ ചെയ്തിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ പേടിപ്പിച്ചു കേട്ടോ. അത് ചെയ്തു കേട്ടോ. വലിയ പണിച്ചെലവോ കാശ് ചിലവുള്ള കാര്യമൊന്നുമല്ലല്ലോ എന്ന് പറഞ്ഞ്, സ്ഥാനം നോക്കിയിട്ടല്ലേ വീട് പണിതേ, അപ്പോൾ ആൾ പറയണതൊന്ന് ചെയ്തിട്ടോ എന്ന് പറഞ്ഞു. അപ്പം പിന്നെ എനിക്കും തോന്നി ശരിയല്ലേ, നമ്മൾ സ്ഥാനം നോക്കി വീട് പണിതല്ലേ, അപ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ചെയ്തിടാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവിടെ ഒരു അതിരിങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. അതിന് ഞാൻ ഈ ചെടിയൊന്ന് കുത്തി കൊടുക്കുകയാണ്. ചെറിയതൊരു അതിരായിട്ട് തോന്നാൻ മാത്രം, അല്ലാണ്ട് വലിയൊരു ഇതായിട്ടൊന്നല്ല. അപ്പോൾ ചേട്ടൻ ആ പിക്കാസ് വെച്ചിട്ട് ഒന്നും കുത്തി ആ പിക്കാസ ആക്കണുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് പുല്ലൊക്കെ ഒന്നും അവിടെ നിന്ന് പറിച്ചു.
2 വാഴയുടെ കടയ്ക്കും കൂന പോലെ പുല്ലായി എന്നല്ലാണ്ട് നമ്മുടെ ഇവിടെ നിന്ന് പുല്ല് പറിച്ചൂന്ന് പോലും തോന്നിയില്ല കേട്ടോ. അത്രയ്ക്കധികം പുല്ലായിട്ടുണ്ട്. എന്തായാലും വെയിൽ കണ്ടാൽ ഞാൻ എന്തായാലും പുല്ലിന് മരുന്ന് മേടിച്ചടുപ്പിക്കും. എന്നെക്കൊണ്ട് പറ്റില്ല ഇത്രയ്ക്കധികം അങ്ങോട്ട് പുല്ല് പറിക്കാനായിട്ട്. പിന്നെ ദിവസവും പുല്ല് പറിക്കാനായിട്ട് ഇരിക്കേണ്ടി വരും. അതെന്തായാലും ഇപ്പം എന്നെക്കൊണ്ട് നടക്കില്ല. അപ്പോൾ എന്തായാലും മരുന്ന് അടിക്കണം, വെയിൽ കാണട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ എന്തേ വാഴക്കുടപ്പം ചേട്ടൻ ഒടിച്ച് തന്നു കേട്ടോ. വാഴക്കുടപ്പം നമുക്കൊക്കെ പൈസ കൊടുത്ത് വാങ്ങിക്കാനൊക്കെ കിട്ടും. 15 രൂപ 20 രൂപയൊക്കെ കൊടുത്താൽ നമുക്ക് 2 വലിയ വാഴക്കുടപ്പം തന്നെ കിട്ടും കേട്ടോ. പക്ഷേ ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതിങ്ങനെ ഉണങ്ങിയൊരു ടേസ്റ്റാണ് ഉണ്ടാവുക കേട്ടോ. ഇതിനെന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് ഫ്രഷായിട്ട് കിട്ടുന്നതല്ലേ. സൂപ്പർ മാർക്കറ്റിലൊക്കെ ഒടിച്ച് കൊണ്ടുവന്ന് ഇരുന്ന് എ സിയിൽ ഇരിക്കണവർ എ സിയിലിരിക്കും, ചൂട് കൊണ്ടിരിക്കണവർ ചൂട് കൊണ്ടിരിക്കും. അങ്ങനെ ഒരു പരുവായിട്ടുള്ള വാഴക്കുടപ്പനാണ് നമുക്ക് കിട്ടുക. പിന്നെ ഞാൻ ചീര കുറച്ചധികം മുളച്ച് നിൽക്കുന്നുണ്ട് അപ്പുറത്തൊക്കെ ആയിട്ട്. അതൊന്നും മുറിച്ച് വയ്ക്കാൻ കേട്ടോ. ഞാൻ ഇട ദിവസം ഇതൊന്നും ശ്രദ്ധിക്കില്ല, ചിലപ്പോൾ മുറിക്കില്ല. പിന്നെ അങ്ങനെ കതിര് വരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കതിര് വരാണ്ടിരിക്കാനാണ് വേഗം ചീര മുറിക്കണത്. അങ്ങനെ ഇന്ന് ചീരയും വാഴക്കുടപ്പനും കിട്ടിയിട്ടാണ്. പച്ചമുളക് ഞാൻ പൊട്ടിച്ചില്ല, എന്നുവെച്ചാൽ ഒന്ന് പഴുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പാവാനായിട്ട് വേണ്ടേ, അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ബാക്കിൽ മുറ്റമൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ ആ ഫ്രണ്ടിൽ വന്ന് മുറ്റവും കൂടി അടിച്ചു. പിന്നെ അയറയും അടുക്കളയും ഹോളൊക്കെ ഒന്ന് തുടച്ചിട്ടു കേട്ടോ. വിളക്ക് വയ്ക്കുന്ന നേരം ആകുമ്പോഴേക്കും കുളി കഴിഞ്ഞിട്ട് മുന്നേ അങ്ങനെ ജോലികൾ കഴിക്കാൻ വെച്ചിട്ട്. സാധാരണ ദിവസങ്ങളിൽ രാവിലെ കുളിക്കാറുണ്ടെങ്കിലും ഈ സൺഡേ ദിവസങ്ങളിൽ പോയി പണികൾ കഴിയട്ടെ എന്ന് വിചാരിച്ച് എന്താ പറയുക, ഈ ഒരു സമയമാവും കേട്ടോ. തല കുളിക്കേണ്ട 6 മണി കഴിഞ്ഞാൽ എന്തായാലും തല കുളിക്കരുതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് മുന്നേ തന്നെ. അത് 4 മണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പോയി കുളിച്ച് പിന്നെ ഒരു ബീറ്റ്റൂട്ട് പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു ചെറിയ ബീറ്റ്റൂട്ട് മതി കേട്ടോ. ഇത് ഇത്തിരി വലിപ്പം കൂടിപ്പോയി. ഇത്രയ്ക്ക് വലിപ്പമുള്ളതൊന്നും എടുക്കണ്ട, ഒരു ചെറിയ ബീറ്റ്റൂട്ട് മതി. അത് മുറിച്ച് കണ്ടിട്ട് കുക്കറിലിട്ട് വേവിക്കാൻ വെച്ചിട്ട്. പിന്നെ നമ്മുടെ ചവ്വരി, സാബുദാന, ഇതൊക്കെ ഇങ്ങനെയൊക്കെ പേരുകളുണ്ട്. ഇനി വേറെ പല പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതൊരു 100 ഗ്രാം എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഞാനൊക്കെ കൂട്ടുകാരെ കാണിച്ചിട്ടുണ്ട്. ഇതിന് പകരം നമുക്ക് സേമിയ ഉണ്ടല്ലോ, സേമിയ ഇടാം കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല. അപ്പം ഞാൻ ഈ സാബുദാനേനെ ചട്ടിയിലിട്ടിങ്ങാട്ട് 1/2 ലിറ്റർ പാൽ കേട്ടോ, 1 ലിറ്റർ പാലും കൂടി ഒഴിച്ചിങ്ങാട്ട് നന്നായിട്ടൊന്ന് തിളച്ച് അതിൽ കിടന്ന് വേവണം കേട്ടോ. ഞാൻ ബീറ്റ്റൂട്ട് വലിപ്പം കൂടിയ കാരണം എനിക്ക് ഇത്തിരി കൂടി പാൽ ചേർക്കേണ്ടി വന്നു. അപ്പോൾ ബീറ്റ്റൂട്ട് എപ്പോഴും ചെറുത് ഉപയോഗിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അത് ബീറ്റ്റൂട്ടൊക്കെ വെന്ത് കിടപ്പുണ്ട്. അതിന് ഞാനെടുത്ത് ചൂടാറാനായിട്ട് വെച്ചു. ഇപ്പം അരച്ചില്ല കേട്ടോ, ചൂടാറാൻ വെച്ചിട്ട് പിന്നെ ഞാൻ അവിടെ ഇരുന്ന് പായസളക്കാണ് കേട്ടോ. ഇന്ന് ആരും കാണാനില്ല പായസളക്കാനൊന്നും. അങ്ങനെ ബീറ്റ്റൂട്ടിനെ ചൂടാറി അരച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വെന്തിട്ടുണ്ട് ചവ്വരി കേട്ടോ. അപ്പോഴാണ് ഞാൻ ബീറ്റ്റൂട്ട് ഇട്ട് കൊടുത്തത്. ബീറ്റ്റൂട്ട് അരച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാര ഒരു 3-4 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുത്തിട്ട് നോക്കിയിട്ട് രണ്ടാമതിട്ടാൽ മതി. ആദ്യം എപ്പോഴും കുറവിടുക കേട്ടോ. പഞ്ചസാര കൂടിപ്പോയില്ല, അത്ര ടേസ്റ്റൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് കാരണം ആദ്യം അങ്ങനെ ചെയ്താൽ മതി. കുറേശ്ശെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ടോ. അപ്പോൾ അത് പാല് ഏകദേശം 2 ലിറ്ററിൻ്റെ അടുത്ത് ഒഴിച്ചു. അത് കാരണം കൊണ്ട് 2 ലിറ്റർ അല്ല കേട്ടോ, 1 ലിറ്ററിൻ്റെ അടുത്ത് ഒഴിച്ചു. അപ്പോൾ അത് കാരണം കൊണ്ടാണ് കേട്ടോ ഇത്തിരി സാവധാനം കുറവുള്ള പോലെ. പിന്നെ ഞാൻ ചുക്കിൻ്റെ പൗഡർ ഉണ്ടല്ലോ, അത് കുറച്ചിട്ട് കൊടുത്തു. ഏലക്കായയുടെ പൗഡർ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും ഉണ്ടായിരുന്നില്ല. പായസം ഉണ്ടാക്കാനുള്ള മോഹം വന്നപ്പോൾ അപ്പം ഞാൻ നെയ്യിൽ കുറച്ച് നാളികേരക്കൊത്ത് ഫ്രൈ ആക്കിയിട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പം അങ്ങനെ പായസം വയ്ക്കുമ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ നാളികേരക്കൊത്ത് ഫ്രൈ ആക്കിയാൽ മതി. പണ്ട് നമ്മുടെ അമ്മമാർ ഇതൊക്കെ തന്നെയല്ലേ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ അതങ്ങനെ പായസം വിളമ്പാനുള്ള ക്യൂ ആണ് ആൾക്കാർ നിൽക്കുന്നത്. ആദ്യം ആദിത്യൻ, പിന്നെയാണ് ചേട്ടൻ വന്നത് കേട്ടോ. പിന്നെ ശ്രീകുട്ടനെ വിളിച്ചിട്ടൊക്കെയാണ് വന്നത്, മുകളിലായിരുന്നു. അപ്പം അങ്ങനെ അവനും എടുത്തുകൊണ്ട് ചേട്ടനും ആദിത്യനും ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ശ്രീകുട്ടനെ എനിക്കും പിന്നെ മധുരത്തിനോട് അത്ര താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതോടൊപ്പം തന്നെ ഒരു ലൈക്കും.